ഇതാണ് അസ്ലം ഇപ്പോൾ വിശദീകരിച്ചതാണ് യുഡിഎഫിനെ സംബന്ധിച്ചപ്പോൾ അവർ എത്തിച്ചേർന്നിട്ടുള്ള ഒരു നിലപാട്. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവർ. ഇനി മറ്റൊരു കാര്യം എൽഡിഎഫിനെ സംബന്ധിച്ചാണ്. എൽഡിഎഫ് ആകട്ടെ അവരുടെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. ഔപചാരികമായി തന്നെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. അവരുടെ മുമ്പിൽ ചില പേരുകളുണ്ട്. ആ പേരുകൾക്ക് പലതരത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ BDJS സ്ഥാനാർത്ഥിയായിരിക്കും വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥിയുടെ ഒരു സ്വഭാവം എന്തായിരിക്കണം? ആര്യാടൻ ഷൗക്കത്തിനെതിരെ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നൊരു പൊതുവാദം LDF-നകത്തുണ്ട്, CPM-നകത്തുണ്ട്. അപ്പോൾ ആരായിരിക്കും, ആർക്കൊക്കെ സാധ്യതകളുണ്ട് എന്നുകൂടി പരിശോധിക്കേണ്ടതാണ്. അസ്ലം, LDF-ന്റെ സ്ഥാനാർത്ഥി ചർച്ച ഔപചാരികമായി തുടങ്ങിക്കഴിഞ്ഞു. സ്വരാജ് വരുമോ എന്നൊരു ആശങ്ക പലരിലും ഉണ്ട്. എന്ത് തോന്നുന്നു? സ്വരാജും ശരിക്കും നമ്മളെ പ്രതിപക്ഷ നേതാവ് റൈറ്റ്. ഇപ്പോൾ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് വരികയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. UDF നേതൃയോഗത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിരിക്കുകയാണ്. നേതൃയോഗത്തിന് ശേഷമായിരിക്കും അദ്ദേഹം അവർ മാധ്യമങ്ങളെ കാണുക. എന്തായാലും ഇവിടെ നടക്കുന്നത് നേതൃയോഗമാണ്. അതായത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെയും നേതാക്കൾ, മണ്ഡലം തലത്തിലുള്ള നേതാക്കൾ, ജില്ലാ തലത്തിലുള്ള നേതാക്കൾ, ഇവിടെയുള്ള സംസ്ഥാന നേതാക്കൾ എന്നിവരുമായിട്ടുള്ള ഒരു ചർച്ചയാണ്. അതിൽ പിന്നെ എന്തൊക്കെയാണ് ഈ ഒരു ഇലക്ഷനിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമികമായ ഒരു തന്ത്രരൂപീകരണവും അവരെക്കുറിച്ചുള്ള ഒരു വർക്ക് ഡിവിഷനുമാണ് നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശാല തരത്തിലുള്ള UDF കൺവെൻഷൻ വരുന്ന ദിവസങ്ങളിലായിരിക്കും. ഇപ്പോൾ ഇവിടെ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അടക്കം UDF കൺവെൻഷൻ വേണ്ടി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കൺവെൻഷൻ മുന്നോടിയായിട്ടുള്ള ഒരു പ്രാഥമിക തല ചർച്ച നടത്തുന്നതിന് വേണ്ടി, നേതൃയോഗത്തിന് വേണ്ടി അവർ മുകളിലേക്ക് പോയിട്ടുണ്ട്. ആ നേതൃയോഗത്തിന് ശേഷം അവർ മടങ്ങുമെന്ന് മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അൻവർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എന്താണ് UDF-ന്റെ നിലപാടെന്ന് കുറെ കൂടി വ്യക്തതയാർന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നേതാക്കളുടെ ഭാഗത്തുണ്ടാകും എന്നാണ് കരുതുന്നത്. അസ്ലമിലേക്ക് വീണ്ടും. അസ്ലം, ഈ നേതൃയോഗത്തിന്റെ ഉദ്ദേശം എന്താണ്? അതായത് ഇതിന്റെ പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. അതായത് സംസ്ഥാനമായിരിക്കും ഉപതെരഞ്ഞെടുപ്പ്, മണ്ഡല തെരഞ്ഞെടുപ്പാണെങ്കിലും സംസ്ഥാനമായിരിക്കും നേതാക്കളായിരിക്കും നിയന്ത്രിക്കുക. അതുകൊണ്ട് തന്നെ UDF-ന്റെ നേതാക്കൾ വന്നുകൊണ്ട് ഇവിടുത്തെ നേതൃത്വത്തിലുള്ള നേതാക്കൾ, അതായത് മണ്ഡലം തലത്തിലുള്ള നേതാക്കൾ, മലപ്പുറം ജില്ലയിലുള്ള സംസ്ഥാന ഭാരവാഹികൾ, കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ ലീഗ് ഉൾപ്പെടെയുള്ള മറ്റ് ഘടകകക്ഷികളുടെയും അങ്ങനെ നേതാക്കളുമായി ഇരുന്നുകൊണ്ട് ഒരുപക്ഷെ ഇലക്ഷന്റെ ആദ്യഘട്ട ഇലക്ഷൻ കമ്മിറ്റി രൂപീകരണം ഉൾപ്പെടെയുള്ള കൺവെൻഷൻ ഉൾപ്പെടെ ആദ്യഘട്ട കാര്യങ്ങൾക്കുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക, ആർക്കായിരിക്കും ചുമതല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ നേതൃയോഗം മാത്രമാണ് വിശാലമായ അർത്ഥത്തിൽ കൺവെൻഷൻ പിന്നീടായിരിക്കും ചേരുക. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കിക്ക് ഓഫ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യുക, അതിന്റെ പ്രവർത്തനത്തിന്റെ ഒരു വർക്ക് ഫോം, ആരൊക്കെയായിരിക്കും ഏതൊക്കെ മേഖലകൾ നോക്കേണ്ടി വരുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമികമായ ഒരു വർക്കായിരിക്കും ഇവിടെ നടത്തുക. അതിനനുസരിച്ചായിരിക്കും മറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുക. അതോടൊപ്പം തന്നെ UDF കൺവെൻഷൻ ഉൾപ്പെടെ തീയതികളിൽ പക്ഷേ തീരുമാനിക്കാൻ സാധ്യതയുണ്ട്. കാരണം ജൂൺ 1-ാം തീയതി LDF-ന്റെ കൺവെൻഷൻ പ്രഖ്യാപിച്ചു. LDF-ന്റെ സ്ഥാനാർത്ഥി ആയിട്ടില്ലെങ്കിൽ പോലും ജൂൺ 1-ാം തീയതി കൺവെൻഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രഖ്യാപിച്ചു. അതിന് പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കൺവെൻഷനൊക്കെ മണ്ഡലം കൺവെൻഷനൊക്കെ സാധാരണഗതിയിൽ CPM സംസ്ഥാന സെക്രട്ടറിയാണ് ഉദ്ഘാടനം ചെയ്യുക. അതേസമയം ഇതിനെ CPM എത്രത്തോളം ഗൗരവത്തിലെടുക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് മാത്രമല്ല അതിന്റെ തീയതിയും വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഒരുക്കത്തിലാണ് CPM. നമുക്ക് ആ CPM-ന്റെ ഒരു സ്ഥാനാർത്ഥി ചർച്ചകളിലൂടെ കൂടെ പോവുകയാണെങ്കിൽ ശരിക്കും ഇന്ന് അതിന്റെ പ്രാഥമിക യോഗം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ലിസ്റ്റ് മലപ്പുറത്തേക്ക് കൈമാറും. അതിനുശേഷമായിരിക്കും LDF-ന്റെ തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും അജിംസും അസ്ലമുമാണ് നിലമ്പൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. UDF-ന്റെ